الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون يا راقد الليل مسرورا بأوله إن الحوادث قد يطرقن أسعارا أفنى القرون التي كانت منعمة قر الجديدين إقبالا وإدبارا كم قد أبادت صروف الدهر من ملك قد كان في الدهر نفاعا وضرارا يا من يعانك دنيا لا بكاء لها يمسي ويصبح دنياه സഫാറാ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്നെന്നെയും നിങ്ങളെയും ഒക്കെ ഒരിക്കൽ കൂടി ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അയ്യുഹൽ അഹിബ്ബതു ഫില്ലാ ആമുൻ മീലാദുൻ ജദീദ് ആമുൻ മദാ വആമുൻ അതാ ആമുൻ മദാ മിൻ ഹയാതിനാ ബിഹുൽവതി വമുർരിഹി ബിഖൈരിഹി വശർരിഹി ബിൽഹസനാത് വസ്സയ്യിഹാത് ലാ നദ്രി അയകൂനു ലനാ അം അലൈനാ. സഹോദരന്മാരെ, പുതിയൊരു കൊല്ലം വന്നു. എല്ലാവരും ആർത്തട്ടഹിച്ചു, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. പക്ഷേ ആമുൻ അതാ വ ആമുൻ മദാ, പുതിയൊരു കൊല്ലം വന്നപ്പോ പുതിയൊരു കൊല്ലം പോയിട്ടുണ്ട്. ഒരു കൊല്ലം നമ്മളിൽ നിന്ന് പോയി. എങ്ങനെയാണ് പോയത്? അതിൻ്റെ എല്ലാ മധുരങ്ങളുമായി അത് പോയി. അതിൻ്റെ എല്ലാ കയ്പുകളുമായിട്ടാണ് അത് പോയത്. അതിൻ്റെ സൽക്കർമ്മങ്ങളും അതിൻ്റെ ദുഷ്കർമ്മങ്ങളുമായി അത് നമ്മളിൽ നിന്ന് തിരിച്ചുപോയി. ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ലാ നദ്രി അൻ യകൂന ലനാ അം അലൈനാ. ആ പോയ വർഷം നമ്മൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന ഒരു ആശങ്ക സത്യവിശ്വാസിയെ പിന്തുടരേണ്ടതുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിൽ വരേണ്ടത് അല്പം പേടിയാണ്. വജിൽ, ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആർക്ക്? അള്ളാഹുവിന്റെ മുമ്പിൽ ആ കൊല്ലം എനിക്ക് സാക്ഷി പറയുമ്പോ അതെനിക്ക് അനുകൂലമാകുന്നത് എന്തുണ്ട്, പ്രതികൂലമാകുന്നത് എന്തുണ്ട് എന്നതിനെ കുറിച്ച്. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബി വഹും മിനസ്സാഅതി മുശ്ഫിഖൂൻ. എന്തേ പോയ വർഷം നമ്മളോട് പറയുന്നത്? നിന്റെ കർമ്മങ്ങളെയുമായി ഞാൻ ഇതാ പോവാണ്, നിന്നെ ഒരു വർഷവും കൂടി മുന്നോട്ട് തള്ളി നിന്റെ ശവക്കല്ലറയ്ക്ക് അടുക്കലേക്ക് നിന്നെ തള്ളിവിട്ടിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാ പോകുന്നത്. അതുകൊണ്ട് മിനസ്സാഅതി വഹും മിനസ്സാഅതി മുശ്ഫിഖൂൻ. ആ വരാനിരിക്കുന്ന അന്ത്യനാളിനെ കുറിച്ചുള്ള ഒരു പേടി അവർക്കുണ്ടാവേണ്ടതുണ്ട്. അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ പാപമോചനമുള്ളത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും
ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന, അല്ലാഹുവിനെ അദൃശ്യമായ നിലക്ക് ഭയപ്പെടുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ പാപമോചനമുള്ളത്. അതുകൊണ്ട് ആമിൻ മദാ വആമിൻ അതാ, ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി, പുതിയൊരു വർഷം നമ്മളിലേക്ക് വന്നു. ആമിൻ മദാ ഷഹീദ് വആമിൻ അതാ ജദീദ്. കഴിഞ്ഞ വർഷം അത് നമ്മുടെ സാക്ഷിയാണ്. വആമിൻ അതാ, അത് നമ്മൾക്കത് പുതിയതാണ്. നമ്മൾക്കറിയില്ല നീ ആ ഇതിന്റെ വെള്ള പേജുകളിൽ ഇനി എന്താണ് കർമ്മം കൊണ്ട് എഴുതി വെക്കാൻ പോകുന്നതെന്ന്. കഴിഞ്ഞു പോയതെന്തോ അതൊന്നും മായ്ക്കപ്പെട്ടിട്ടില്ല. ദഹബ ആം, ഒരു വർഷം തിരിച്ചുപോയി. ലൻ യഊദ അബദാ, അതൊരിക്കലും തിരിച്ചു വരികയില്ല. വലാകിൻ മാ അമില ഫീ, അതിൽ നീ എന്ത് പ്രവർത്തിച്ചുവോ അതൊരിക്കലും പോയിട്ടില്ല. ലം യദ്ഹബ് വലൻ യദ്ഹബ്, അതൊരിക്കലും പോവുകയില്ല. അതൊരിക്കലും പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് അത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അതിന്റെ എല്ലാ കർമ്മങ്ങളെയും രേഖപ്പെടുത്തി പടച്ച റബ്ബിന്റെ മുമ്പിൽ അത് നിനക്ക് സാക്ഷിയായി അവിടെയുണ്ട്. വവജദൂ മാ അമിലു ഹാദിറൻ വലാ യദ്ലിമു റബ്ബുക അഹദാ. നീ പ്രവർത്തിച്ചത്, അവർ പ്രവർത്തിച്ചതെന്തോ അതൊക്കെയും എഴുതി വെച്ച റെക്കോർഡായി നിന്റെ റബ്ബിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോ, ഒരു ദിവസം വന്നു പോകുമ്പോ നമ്മൾക്കറിയില്ല ആ കഴിഞ്ഞു പോയത് എങ്ങനെയാണ് പോയതെന്ന്. ആ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ കുറിച്ച് എത്ര ആളുകൾ ചിന്തിച്ചിട്ടുണ്ട്? വരാനിരിക്കുന്ന ന്യൂ ഇയർ വന്നപ്പോ ആളുകൾ പുതിയ ചിന്തകളിൽ, പുതിയ ഡയറി എഴുത്തുകളിലാണ്. റെസൊല്യൂഷൻ എന്താണ്? എന്റെ 26ന്റെ റെസൊല്യൂഷൻ എന്താ? എഴുതി വെക്കാൻ പത്രങ്ങളും മീഡിയകളും ടെക്നോളജികളും സോഷ്യൽ മീഡിയകളും അതിന്റെ മോഡലുകൾ നമുക്ക് നൽകുകയാണ്. പക്ഷേ എത്ര ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞുപോയ കൊല്ലം എങ്ങനെയാണ്? ആ കഴിഞ്ഞുപോയ കൊല്ലം നമ്മളിൽ നിന്ന് പോയത്, ലോകത്ത് നിന്ന് ആ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് യാത്രയായത്? അത് യാത്രയായത് ആമിൻ മളാ ലകിന്നഹു ലൻ യംദി കഹകദ, അത് വെറുതെ അങ്ങ് പോയതല്ല. ബൽ മളാ ബി അഖ്വാമിൻ മഅ, അവന്റെ കൂടെ ആ വർഷം അവന്റെ കൂടെ പല സമൂഹത്തെയും കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, എത്ര പ്രിയപ്പെട്ടവരെയാണ് കഴിഞ്ഞ വർഷം അവൻ എടുത്തു കൊണ്ടുപോയി കളഞ്ഞത്. വകം ദമ്മറ ബിൻ ശബാബിൻ, എത്ര യുവാത്വത്തെയാണ്, യുവ കോമളന്മാരെയാണ് ആ കാലം തകർത്തു കളഞ്ഞത്. എത്രയെത്ര പ്രിയപ്പെട്ടവരെയാണ് മണ്ണിനടിയിലാക്കി കളഞ്ഞത്. വകം മിൻ മരീദിൻ ആഫാ, നാളെ മരിക്കുമെന്ന് വിചാരിച്ച എത്ര രോഗികളെയാണ് അത് ആരോഗ്യവാന്മാരാക്കി കളഞ്ഞത്. എത്ര പേരാണ് കഴിഞ്ഞ വർഷം വെന്റിലേറ്ററിൽ നിന്ന് എഴുന്നേറ്റു വന്നത്. എന്നാൽ യുവത്വം തിളക്കുന്ന എത്ര തലമുറകളെയാണ് അത് മണ്ണിനടിയിലാക്കി കളഞ്ഞത്. ഇതാ പുതിയ വർഷവും വന്നിരിക്കുന്നു. ആമുൻ അതാ, പുതിയ വർഷം വന്നിരിക്കുന്നു. അത് വെറുതെ വന്നതല്ല. ലം യഅതി ഫാളിയൻ, അത് വെറുതെ വന്നതല്ല. മറിച്ച് ലിയഖുദ മഅഹു അക്വാം, അതിന്റെ കൂടെ ചില ആളുകളെ കൊണ്ടുപോകാൻ അതിനുണ്ട്, ചില ആളുകളെ അതിന് മണ്ണിലടിയിലാക്കാനുണ്ട്, ചില ആളുകളോട് അതിന് ചിലത് പറയാനുണ്ട്, ചില ആളുകളെ ജനങ്ങൾ തകർത്ത് കാലിനടിയിൽ അമർത്തിയവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ലാ നദിരി, നമുക്കറിയില്ല മെൻഹും, അതാരാണെന്ന്, അത് വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഈ ആമിൻ ജദീദിന്റെ തുടക്കത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ടത് എന്താ വരേണ്ടത്? ഓരോ കൊല്ലമല്ല, ഒരു മാസമല്ല, ഒരാഴ്ചയല്ല, ഓരോ നിമിഷങ്ങളും ഇന്ന മുറൂറല്ലയാലി വല്ലയ്യാം, രാവും പകലും നിന്നിൽ നിന്ന് കടന്നു പോകുമ്പോ അത് നമ്മുടെ ആയുസ്സിൽ നിന്നൊരു കഷ്ണവും കൊണ്ടാണ് അത് പോകുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ ഹാജരാക്കപ്പെടുമ്പോ എപ്പം നിങ്ങൾ പോയാലും അള്ളാഹുവിനൊരു ചോദ്യം നമ്മളോടുണ്ട്. ഓരോ പ്രഭാതം ആ ചോദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ പ്രദോഷം ആ ചോദ്യം നമ്മളോട് ഉയർത്തുന്നുണ്ട്. ഏതാണ് ആ ചോദ്യം? അവലം നുഅമ്മിറുക്കും മാ യതദക്കർ, നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് ഉറ്റാലോചിക്കാൻ പാകത്തിൽ ഞാൻ നിങ്ങൾക്ക് അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ,
ഉറ്റാലോചിക്കാൻ തയ്യാറുള്ളവന്, ചിന്തിച്ചു മനസ്സിലാക്കാൻ പാകത്തിൽ ഞാൻ നിനക്ക് ആയുസ് നൽകി തന്നില്ലേ? വജാഅകുമുൻ നദീർ. ഈ വിഷയങ്ങളെ കുറിച്ച് കാലം കടന്നുപോകും. കാലത്തിന്റെ സൂചിയെ പിടിച്ചു വെക്കാൻ ഒരു ടെക്നോളജിക്കും സാധിക്കില്ല, ഒരേകാധിപതിക്കും സാധിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? കാലം നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, എന്റെ ദൗത്യം ഇവിടെ എന്താണ്, ഇത് ചിന്തിക്കാൻ, ഇത് അറിയാൻ, ഇതിലേക്ക് നിനക്ക് വെളിച്ചം വീശാൻ. ഹുദല്ലിൽ മുത്തഖീൻ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ. ഒരു സംശയവുമില്ലാത്ത ഒരു വേദഗ്രന്ഥം സത്യത്തിന്റെ മാർഗത്തിൽ ഇവിടെ സഞ്ചരിച്ച് യഥാർത്ഥ വിമോചനത്തിൽ മോക്ഷത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുത്തക്കികൾക്ക് വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥം ഞാൻ നിന്റെ മുമ്പിൽ അയച്ചു തന്നിട്ടില്ലേ? അതിലേക്ക് വിളിച്ച ഒരുപാട് സത്യത്തിന്റെ ശബ്ദം നീ കേട്ടിരുന്നില്ലേ? എത്ര ലഘുലേഖകളാണ് നിന്റെ മുമ്പിലൂടെ കടന്നുപോയത്. നിന്റെ സ്ക്രീനിൽ നീ സ്ക്രോൾ ചെയ്തപ്പോ എത്ര സത്യത്തിന്റെ വാക്കുകളാണ്, സന്ദേശങ്ങളാണ് അതിന്റെ ടൈറ്റിലായി കടന്നുപോയത്. അതിനെ നീ പെട്ടെന്ന് വിട്ടുകളഞ്ഞു, അതിനെ നീ സ്കിപ്പ് ചെയ്തു കളഞ്ഞു. നിനക്ക് ഏറ്റവും ഇഷ്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു. നിനക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും അടുത്ത ഗോസിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാനായിരുന്നു. എത്ര മണിക്കൂറുകളാണ് അതിനു വേണ്ടി നീ ചെലവഴിച്ചത്. പക്ഷേ അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന്, നിനക്ക് വെളിച്ചം നൽകുന്നതിൽ നിന്ന്, നിന്നെ വഴി നടത്തുന്നതിൽ നിന്ന്, നിന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നിന്റെ റബ്ബിന്റെ വചനം അതെത്ര വട്ടം നീ കേൾത്തു, എത്ര വാക്കുകൾ നീ അതിൽ നിന്ന് വായിച്ചു, എത്ര വഴികളിൽ നീ പ്രവേശിച്ചു. നിന്റെ നെറ്റിത്തടം, നീ കുടിക്കുന്ന വെള്ളവും നീ ശ്വസിക്കുന്ന വായുവും നൽകിയ നിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ ഒന്ന് അമർത്തി വെക്കാൻ നീ എത്ര സമയം ചെലവഴിച്ചു? ഈ ചോദ്യങ്ങൾ ഓരോ പ്രഭാതവും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ഓരോ പ്രദോഷവും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ചോദിക്കാതെ ഒരു സൂര്യൻ ഉദിക്കുന്നില്ല. ആ ചോദ്യം ചോദിക്കാതെ ഒരു സൂര്യൻ അസ്തമിക്കുന്നില്ല. ഒരു രാത്രിയും അള്ളാഹു നിനക്ക് നൽകുന്നില്ല. ഒരു രാവിലെ ഒരു പ്രഭാതത്തെയും അള്ളാഹു നിനക്ക് സമ്മാനിക്കുന്നില്ല. നീ നന്ദി ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇതാ അക്ബിൽ, നീ വന്നോ, ഒരു പുതിയ പ്രഭാതം ഞാൻ തരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്നോട് പറയാൻ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച നാഥ, നിനക്കാണ് സർവസ്തുതിയും. ഈ പ്രഭാതത്തിന്റെ വിശുദ്ധി, ഈ പ്രഭാതത്തിന്റെ വെള്ള പേജ് നിനക്ക് അല്ലാഹു നൽകിയത് എന്തിനാ? കർമ്മത്തിന്റെ പേന കൊണ്ട് അതിലേറ്റവും ഭംഗിയുള്ളത് എഴുതി ചേർക്കാനാണ്. നന്ദിയുടെ വാക്കുകൾ, നന്ദിയുടെ കർമ്മങ്ങൾ. ലൈൻ ശകർതും ലഅസീദന്നകും. നീ നന്ദി ചെയ്താൽ നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന വാക്തത്വവുമായാണ് പ്രഭാതത്തിന്റെ ആ പേജുകൾ നിനക്ക് നൽകിയത്. സഹോദരാ ചിന്തിക്ക്, സഹോദരി ചിന്തിക്ക്. ഇന്നലകൾ എന്തായിരുന്നു, ഇന്നുകൾ എന്താണ്, നാളെ എന്താകും? നാളെയല്ല, ഇന്ന് ഞാൻ ഇനി എന്താണ് തുടങ്ങേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞുപോയ ഓരോ ദിവസത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അതാണ്. അതുകൊണ്ട് മറത്തു സുനൂന ബിൽ വാമി ബിൽഹന ഫകഅന്നനാ വകഅന്നഹാ അയ്യാമു. ചിലർക്ക് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്വാദനം കൊണ്ട് ഒരു ദിവസം പോലെയാണ് ഒരു കൊല്ലം കഴിഞ്ഞു പോകുന്നത്. എന്നാൽ ദുരന്തം പേറുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ഒരു ദിവസം ഒരു വർഷത്തിന്റെ വലിപ്പമാണ്. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നു, ആളുകൾ സുഖങ്ങളിൽ കഴിയുന്നവർ ആഗ്രഹിക്കുന്നു ഇത് പോകല്ലേ എന്ന്. ദുരന്തങ്ങളിൽ കഴിയുന്നവർ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളൊന്ന് മാറിക്കിട്ടിയിരുന്നുവെങ്കിൽ. പക്ഷേ അള്ളാഹു നമ്മളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്ര. അല്ലാഹു അത്രേ രാവിനെയും പകലിനെയും മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ? ദുരന്തം പേറുന്നവൻ ഒരു മാറ്റമുണ്ടാകാൻ, സുഖം പേറുന്നവൻ അത് വിട്ടുപോകാൻ അല്ല. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്ര. ആരെങ്കിലും പഠിച്ച് മനസ്സിലാക്കാൻ ഇനിയും ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ആ തിരിച്ചറിവ് സ്വീകരിക്കാൻ, അങ്ങനെ നന്ദിയുള്ളവരാകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ ഈ ജീവിതത്തിനും ഈ ജീവിതത്തിൽ അവൻ നൽകിയ സർവ്വ സൗകര്യങ്ങൾക്കും നിഅമത്തുകൾക്കും നന്ദി ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളെ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും പാലിച്ചും അംഗീകരിച്ചും മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. 10-60 വർഷം കഴിഞ്ഞു പോയ ആളുകളുണ്ട്. അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവരനുഭവിച്ച സുഖങ്ങൾ എല്ലാം അതിൻ്റെ വൈബ്, നമ്മൾ പറയുന്ന മോഡേൺ വാക്കിൽ പറയുന്ന വൈബ് ഇപ്പോഴുണ്ടോ? ഇല്ല. ആരുടേതും കയ്യിലും അതിൻ്റെ വൈബുകളൊന്നുമില്ല. ചില കഷ്ടപ്പാടിലൂടെ കടന്നുപോയവരുത് അങ്ങനെ തന്നെയാണ്. കാലമിനി എത്ര ആയുസ് നമുക്ക് കിട്ടിയാലും ഇവിടുന്ന് മരണാനന്തര ജീവിതം, ദാറുൽ ഖുലൂദ്, സ്ഥിര താമസത്തിൻ്റെ ലോകത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നുമല്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, കാലക്കം ലബിസ്തും, എത്ര കഴിച്ചു കൂട്ടിയിരുന്നു ദുനിയാവിൽ? ഫിൽ അർളി അദദ സിനീൻ,